നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂനിയർ മാനേജർ കാറ്റഗറി നമ്പർ 134/2022 എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ജൂനിയർ മാനേജറിലേക്കുള്ള മെയിൻസ് എക്സാം ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഞാനിത് ചില ക്വസ്റ്റ്യൻസ് മാത്രം, ഇതെല്ലാം മിക്ക ക്വസ്റ്റ്യൻസും ഇതിന്റെ മെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ചോദ്യങ്ങളും ആൻസർ കീസും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത നാലാമത്തേതാണ്. ഇത് കോഡ് നമ്പർ എ ആണ്. നാലാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറാമത്തേത് ഓപ്ഷൻ ബി ആണ്. ആറാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എട്ടാമത്തേത് ഓപ്ഷൻ സി ആണ്. ഒൻപതാമത്തേത് ഓപ്ഷൻ സി ആണ്. അടുത്ത പത്താമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പത്താമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മലയാളം മാത്രമേ നോക്കുന്നുള്ളൂ. 11ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നതും ഓപ്ഷൻ സി തന്നെയാണ്. 14ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 16ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 16ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 18ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 19ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരവും ഓപ്ഷൻ സി തന്നെയാണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എടുക്കാം. 20ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 20ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 21ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 22ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 22ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 22ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 23ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 23 ഓപ്ഷൻ എ ആണ്. 24ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 25ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 26ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 27ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 27 ഓപ്ഷൻ സി ആണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 29ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 29ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. അടുത്ത 30ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 31 ഓപ്ഷൻ എ തന്നെയാണ്. 31ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. 32ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 32ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. 33 ആണെങ്കിൽ അത് ഓപ്ഷൻ ഡി ആണ്. 33. 34ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 34ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 35 ആണ്. 35ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. 36ാമത്തേത് ഓപ്ഷൻ എ ആണ്. 37ാമത്തേത് ഓപ്ഷൻ സി ആണ്. 38ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 39ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 38ാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ എ. 39ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 40 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 41ാമത്തെ നമുക്ക് നോക്കാം. 41ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 41 ഓപ്ഷൻ സി ആണ്. 42 ഓപ്ഷൻ ഡി ആണ്. 43 ഓപ്ഷൻ ബി ആണ്. 44 നോക്കാം. 44 ഓപ്ഷൻ എ ആണ്. 45 ഓപ്ഷൻ ഡി ആണ്. 46 ഓപ്ഷൻ സി ആണ്. 47 ഓപ്ഷൻ എ ആണ്. 48 ഓപ്ഷൻ ഡി ആണ്. 48ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്. 49 നോക്കാം. 49 ഓപ്ഷൻ ബി ആണ്. 50ാമത്തേത് ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 51 നോക്കാം. 51ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. 51 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 52 ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 52 ഓപ്ഷൻ എ ആണ്. 53ാമത്തെ ചോദ്യമാണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 53 ഓപ്ഷൻ ബി ആണ്. 54ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 54 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 55ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 56ാമത്തെ ചോദ്യം നോക്കാം. 56 ഓപ്ഷൻ ബി ആണ്. 57 ഓപ്ഷൻ ഡി ആണ്. 58 ഓപ്ഷൻ ബി ആണ്.
അടുത്ത് 59 ആണ്. 59 ഓപ്ഷൻ സി ആണ്. 59 ഓപ്ഷൻ സി ആണ്. 60 ഓപ്ഷൻ എ ആണ്. 61 ഓപ്ഷൻ സി ആണ്. 61 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 61. 62 നോക്കാം. 62 ഓപ്ഷൻ എ ആണ്. 63 ഓപ്ഷൻ ബി ആണ്. 63 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 64 നോക്കാം. 64ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 64 ഓപ്ഷൻ ഡി ആണ്. 65 ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 65 ഓപ്ഷൻ ബി ആണ്. 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 66 ഓപ്ഷൻ സി ആണ്. 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 68ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് 68 ഓപ്ഷൻ എ ആണ്. 69 ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 69 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 70ാമത്തെ ചോദ്യം നോക്കാം. 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 71 ഓപ്ഷൻ ഡി ആണ്. 71. 72 ഓപ്ഷൻ എ ആണ്. 73 ഓപ്ഷൻ സി ആണ്. 73ാമത്തേത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 74ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 75ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 75 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 76ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ എ ആണ്. 77ാമത്തെ ആണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 78ാമത്തെ ആണെങ്കിലും ഓപ്ഷൻ ബി തന്നെയാണ് 78ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 79ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം നോക്കാം. 79 ഓപ്ഷൻ ഡി ആണ്. 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരവും ഓപ്ഷൻ ഡി തന്നെയാണ്. 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. 81ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ആണ്. 81ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 82ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 83ാമത്തേതും ഓപ്ഷൻ സി തന്നെയാണ്. അടുത്ത 84ാമത്തേത് നോക്കാം. 84 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. 85ാമത്തെ ചോദ്യമാണെങ്കിൽ 85 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 86 ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 87 ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 89 നമുക്ക് നോക്കാം. 89ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത മലയാളമാണ്. ആഹാരം എന്ന പദത്തിന്റെ പര്യായമായി വരുന്നത് ഏതെന്നാണ് നമ്മുടെ 91ാമത്തെ ചോദ്യം. അതിന് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഷ്ടി. അഷ്ടിക്ക് വകയില്ല എന്നൊക്കെ പറയത്തില്ലേ. അഷ്ടി എന്ന് പറയുന്നതാണ് ആഹാരത്തിന് വക. ആഹാരത്തിന് വക എന്നാണ് അഷ്ടിക്ക് വക. 92ാമത്തെ ആകാശം നോക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ്. അതിന്റെ ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം മുട്ടുക എന്നാണ് കേട്ടോ. ഒറ്റപ്പദം എഴുതുക. സുമിത്രയുടെ മകൻ. സുമിത്രയുടെ മകനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. സൗമിത്രി എന്നാണ്. സൗമിത്രി എന്നാണ് സുമിത്രയുടെ മകൻ. ശരിയായ പദം ഏതാണ്? ഇപ്പൊ ഇത് യാദൃശികം, രാപ്പകല്, യൗവനം, മനോശുദ്ധി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി രാപ്പകൽ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ചിന്മുദ്ര ശരിയായി പിരിച്ചെഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചിത്ത് അധികം മുദ്ര. അപ്പൊ ചിന്മുദ്രയെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എ തന്നെയാണ് ശരിയും. ചിത്ത് അധികം മുദ്രയാണ് ചിന്മുദ്ര. യാചകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് യാചകിയാണ്, നമുക്കറിയാം. ബഹുവചന മാതൃക, ബഹുവചന പദ്യമല്ലാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കിയതിൽ ബഹുവചന പദ്യം അല്ലാത്ത ഏതാണ്? ഇതില് അൻ എന്ന് പറയുന്നതാണ് ഇതിൽ ബഹുവചന പദ്യം അല്ലാത്തത്. ബാക്കി മാർ എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും കൾ എന്ന് പറഞ്ഞാലൊക്കെ എന്ത് തന്നെയാണ്? ബഹുവചന പദ്യങ്ങൾ തന്നെയാണ്. അടുത്ത 98ാമത്തെ ചോദ്യമാണ്. 98ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ഡു നോട്ട് കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്താണ്? 99 ആണ് അല്ലെ. 99ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത്. അതാണ് ഡു നോട്ട് കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്. ആഗമന സന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 98ാമത്തത്. ഇതിൽ ആഗമന സന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്ന ഹരി അധികം ഉടെ. അത് ഹരിയുടെ എന്നാവും. ഇത് യാ വരുമല്ലേ. ഹരി ഊ മാറിയിട്ട് ഇവിടെ എന്ത് വരും? ഹരിയുടെ അല്ലെ എന്ന് വരും. 100ാമത്തെ ചോദ്യം നോക്കിയേ. ശരിയായ വാക്യം ഏതെന്നാണ് 100ാമത്തെ ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മാനേജറെ കണ്ടിട്ടും കാര്യം നടന്നില്ല എന്ന് പറയുന്നതാണ് ഇതിൽ ശരി ഉത്തരം. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് നമ്മുടെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ജൂനിയർ മാനേജർ എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ 100 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ മാർക്ക്ഡ് PDF നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.